പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അറബി ഭാഷാ പഠനം കൂടുതൽ ലളിതമാകുന്നതിൻ്റെ ഭാഗമായി അല്പം പ്രയാസമുള്ള ആളുകൾക്ക് അക്ഷരങ്ങളെയും അതുപോലെ തന്നെ വാക്കുകളെയും ഒക്കെ കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഹിൽ അറബിക് എന്ന പേരിൽ, അറബിക് ഈസ് ഈസി എന്ന പേരിൽ പ്രത്യേകമായൊരു പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നഴ്സറി ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി അത്യാവശ്യം നടക്കാനും പിടിക്കാനും ഒക്കെ അറിയുന്ന 2 വയസ്സോ 2.5 വയസ്സോ ആയ കുട്ടിയുടെ ഒരു കയ്യിലേക്ക് നമ്മളൊരു പേനയോ പെൻസിലോ എന്തെങ്കിലും അങ്ങനെ എഴുതാൻ പറ്റുന്നത് കൊടുത്താൽ ആ കുട്ടി ആദ്യം ചെയ്ത് ഇങ്ങനെ കുത്തി വരക്കും. കുത്തിവര എന്നാ പറയുന്നത്. ഇങ്ങനെ വരക്കും, പലവിധേന വരകൾ വരക്കും കുട്ടികൾ. ഇതുപോലെ അറബി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും നമുക്ക് ഈ ഒരു വൃത്തത്തിനുള്ളിൽ, ഈ ഒരു വട്ടത്തിനുള്ളിൽ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അറബി ഭാഷയിൽ ഏതെങ്കിലും ഒരു അക്ഷരം അറിയാനോ എഴുതാനോ പ്രയാസമുണ്ടെങ്കിൽ അത് ഒരേ ഒരു അക്ഷരമാണ്. അത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള അക്ഷരമാണ്. അതാണ് ഈ അക്ഷരം, ഒന്നാമത്തെ അക്ഷരം. നമുക്കറിയാം, ഈ അക്ഷരത്തിന് മേലെ അലിഫ് എന്ന് പറയുന്ന ഈ ഒരു അക്ഷരമാണ് നമ്മൾ കുത്തനെ നേരെ സ്ട്രൈറ്റ് ആയി നേരെ വരക്കുന്ന വരയാണ് ഏറ്റവും പ്രയാസം. ഒരു കുട്ടിയുടെ, ചെറിയ കുട്ടിയുടെ കയ്യിൽ പേന കൊടുത്താൽ കുത്തനെ കറക്റ്റ് ആയിട്ട് വരക്കാൻ കഴിയില്ല. അപ്പൊ ഈ അല്പമെങ്കിലും പ്രയാസമുള്ള ഒരു അക്ഷരം അറബി ഭാഷയിൽ ഉണ്ടെങ്കിൽ അലിഫ് എന്ന് പറയുന്ന അക്ഷരം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അലിഫ് എന്ന അക്ഷരം കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് അത് ബായാണ്. അപ്പോ അലിഫ് എന്ന അക്ഷരം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ വരച്ചൊരു വൃത്തമുണ്ട്, അതങ്ങ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ പാതി ഭാഗം നമുക്ക് കിട്ടി. ഒരു വൃത്തം ഉണ്ടായിരുന്നു, ആ വൃത്തത്തിന്റെ പാതി ഭാഗമാണെന്ത്? ബ. നമ്മളതിന് അടിയിൽ ഒരു ഡോട്ട്, ഒരു പുള്ളിയുടെ കൊടുത്താൽ അത് ബ ആയി കഴിഞ്ഞു. അത് ബ ആയി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് ഇവ രണ്ടും ചേർത്ത് വെക്കുമ്പോൾ, ഈ 2 അക്ഷരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊരു പുതിയ വാക്ക് കിട്ടുകയായി. അതാണ് അബുൻ, ഉദാഹരണമായിട്ട്. അതുപോലെ ധാരാളം വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ അക്ഷരം, അറബി ഭാഷയിൽ ഏതെങ്കിലും ഒരക്ഷരം നമുക്ക് 28 അക്ഷരങ്ങളുള്ള ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം പ്രയാസമുണ്ടെങ്കിൽ, ഏതേ പ്രയാസമുള്ളൂ, അലിഫ് എന്ന് പറയുന്ന കുത്തനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയി വരക്കുന്ന അത് മാത്രമേ പ്രയാസമുള്ളൂ. ബാക്കിയുള്ളൊക്കെ എല്ലാം ചിത്രങ്ങളാണ്. രണ്ടാമത്തെ അക്ഷരത്തെ നമ്മൾ പരിചയപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ അക്ഷരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇതിനെ മായ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു വൃത്തം വരക്കുന്നു. ഉദാഹരണമായി ഒരു വൃത്തം കൂടി വരക്കുന്നു. ഓക്കെ. ഈ വൃത്തത്തിന്റെ നേരത്തെ പോലെ തന്നെ പാതി ഭാഗം നമ്മൾ മായ്ച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത അക്ഷരമായി. നേരത്തെ നമ്മൾ ഇതേപോലെ വരച്ച് ഒരു ഡോട്ട് ഇട്ടപ്പോൾ നമുക്ക് പാ കിട്ടി. 2 ഡോട്ട്, 2 പുള്ളി നമ്മൾ ഇങ്ങനെ ഇട്ടപ്പോ ത എന്ന അക്ഷരം കിട്ടി. അപ്പൊ നമുക്ക് 3 അക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഒന്നാമതായിട്ട് അ, രണ്ടാമതായിട്ട് ബ, മൂന്നാമതായിട്ട് ത. അലിഫ് എന്നും ബാ എന്നും താ എന്നും പറയും. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഉദാഹരണമായി ഇതേപോലെ തന്നെ ഒരു വൃത്തത്തിന്റെ പാതി ഭാഗം നമ്മൾ മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ പാതി ഭാഗത്ത് നമ്മൾ 3 ഡോട്ട് ഇടുമ്പോൾ നമുക്ക് സ എന്ന അക്ഷരം കിട്ടുന്നു. മലയാളത്തിൽ നമ്മൾ കാണുന്ന, അല്ലെ ഇംഗ്ലീഷിലോ നമ്മൾ ഇങ്ങനെ ഒരു അക്ഷരം, നമ്മൾ ആ ശബ്ദം നമ്മൾ കേൾക്കില്ല. സ ഇവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത്. നമ്മുടെ നാവിന്റെ അവസാന ഭാഗത്ത് നിന്നാണ് ആ അക്ഷരം ഉച്ചരിക്കേണ്ടത്, സ. അപ്പൊ 4 അക്ഷരങ്ങൾ നമ്മൾ ചെറിയ സമയം കൊണ്ട് പരിചയപ്പെട്ടു. ഒന്നാമത്തേത് അലിഫ്, രണ്ടാമത്തേത് ബ, മൂന്നാമത്തേത് ത, 4ാമത്തെ അക്ഷരം സ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് വാക്കുകൾ ഉണ്ടാക്കുന്നത്. അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നത്. ഏതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് ഭക്ഷണമായി കഴിക്കാറുണ്ട്. എങ്ങനെയാണ്? അരിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു നിശ്ചിത സമയം വേവിക്കുമ്പോൾ നമുക്ക് അത് ചോറായി മാറുന്നു. ആ അരിയെ വേറെ രൂപത്തിലേക്ക് നമ്മൾ ഒരു പലഹാരമാക്കുമ്പോൾ അത് പത്തിരിയോ പുട്ടോ അതുപോലെ തന്നെ ഇഡ്ഡലിയോ ഒക്കെ ആവുന്നത് പോലെ ഈ അക്ഷരങ്ങളെ എടുത്ത് നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ പാചകം ചെയ്യുന്നുവോ വെക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് വാക്കുകൾ ഉണ്ടാവും.
അപ്പോ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടെടുക്കുന്നത് ആ എന്ന ആദ്യ അക്ഷരത്തിൽ നിന്ന് നമുക്ക് അബ് എന്ന വാക്ക് നമ്മൾ പഠിച്ചു. അബ് നമുക്ക് പരിചയമുള്ളതാണ്. ഫാദർ എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ ആ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെയും വാക്കുകൾ ഉണ്ടാക്കാം. അപ്പോൾ ആ അക്ഷരങ്ങളിലൂടെ നമ്മൾ ഏതാനും കൂടി അക്ഷരങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പൊ അക്ഷരങ്ങൾ പണ്ടൊക്കെ ആളുകള് രാജാക്കന്മാരൊക്കെ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ് പറയുന്നത്. ഒരു പ്രത്യേകമായ വടി, അത് ആ മരത്തിന്റെ വടിയിൽ ചില അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ അതിന്റെ വിദഗ്ധരായ ആളുകൾ ഇങ്ങനെ കൊത്തിവെക്കും. ആ അക്ഷരങ്ങളിൽ ഒരു ആശയം ഉണ്ടാവും. അത് ദൂതന്മാർ മുഖേന അടുത്ത രാജാവിന് കൊടുത്തയച്ചാൽ അവരത് വായിച്ചു നോക്കാനൊക്കെ ആളുകളുണ്ട്. അവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് അക്ഷരവിദ്യ ലോകത്ത് വ്യാപിച്ചത്. അപ്പൊ നമ്മളിത് തിരിച്ചറിയാനുള്ള, ഇത് അറബിയാണ്, ഇത് ആദ്യത്തെ അക്ഷരമാണ്, ഇത് രണ്ടാമത്തെ അക്ഷരമാണ്, ഇത് ഇങ്ങനെ എഴുതുമ്പോൾ അത് ത രണ്ട് പുള്ളി ഇട്ടാൽ അതിന്റെ ശബ്ദം മാറുന്നു. ഓരോ അക്ഷരവും നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ ശബ്ദം, അതിൽ നിന്ന് വരുന്ന ഒരു ശബ്ദത്തിലൂടെയാണ്. അപ്പോ ആ എന്ന ശബ്ദമല്ല നമുക്ക് ബ എന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഭ. ഇതോ ത, ഇത് സ. ചെറിയ വ്യത്യാസം ഇവയൊക്കെ തമ്മിലുള്ളൂ. അത് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ബോധ്യമാവും. ഇപ്പൊ നമ്മൾ ചില കുട്ടികൾക്ക് ചില ആളുകളുടെ പ്രയാസം എന്ന് പറയുന്നത് അക്ഷരങ്ങളെ ഇത് ബായാണോ തായാണോ സായാണോ അതുപോലെ പിന്നെ വേറെ ഏതോ അക്ഷരമാണോ എപ്പോഴും കൺഫ്യൂഷൻ ആയി പോവാ. ഒരു ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ 2ലോ 3ലോ 5ലോ ഒക്കെ ആവട്ടെ, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ 25ഓ 30ഓ 35ഓ ഒക്കെ കുട്ടികളുണ്ടാവും. ചെറിയ സമയം കൊണ്ട് നിങ്ങൾ ആ കുട്ടികളുടെ മുഖം കണ്ടുകൊണ്ട് ഒരു പുതിയ ക്ലാസ്സിലെത്തിയാൽ 5ഓ 6ഓ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് എല്ലാ ആളുകളെയും ഓരോരുത്തരുടെയും ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും നിങ്ങൾ തിരിച്ചറിയുന്നു. എങ്ങനെയാ തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഒരാളെ തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മുടെ ബന്ധുക്കളെ നമ്മൾ തിരിച്ചറിയുന്നു, ഇത് നമ്മുടെ അയൽവാസിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ നമുക്കറിയുന്ന ഒരുപാട് മനുഷ്യർ അല്ലെ. ഇപ്പൊ ഒരു 5ലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവനൊരു 500 ആളെയൊക്കെ അവൻ അറിയാൻ മതി. അവന്റെ ബന്ധുക്കളായിട്ട്, അവന്റെ അയൽവാസികളായിട്ട്, കൂടെ കളിക്കുന്നവരായിട്ട്, ക്ലാസ്മേറ്റ്സുകളൊക്കെ ആയിട്ട് അറിയാം. എന്തുകൊണ്ട് അറിയുന്നു? എപ്പോഴാണ് അറിയുന്നത്? തിരിഞ്ഞു നടന്നാൽ അറിയോ? അല്ല, ആ മുഖം കാണുമ്പോഴാ. അപ്പൊ നമ്മള് 5ലെത്തിയ കുട്ടിക്ക് വളരെ കുറഞ്ഞ അക്ഷരങ്ങളെ അറബിയുള്ളൂ, അതറിയുന്നില്ല. പക്ഷെ അതറിയാത്ത കുട്ടിക്ക് തന്നെ, ചില കുട്ടികൾക്ക് തന്നെ 500ഓളം ആളുകളെ അറിയാം. ഇത് എന്റെ അയൽപ്പക്കത്തുള്ള മുഹമ്മദ് കാക്കയാണ്, ഇത് എന്റെ സുഹൃത്ത് അല്ലെങ്കിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരിക്കുന്ന മെഹബൂബാണ് എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയുന്നത്? ആ ആളെ മുഖം കാണുമ്പോഴാണ്. അതുപോലെ നമ്മളൊരു അക്ഷരം തിരിച്ചറിയുന്നത് ഇത് ഇന്ന അക്ഷരമാണ്, ഇത് തായാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇതിനൊരു മുഖമുണ്ട്. താ എന്ന അക്ഷരത്തിനൊരു മുഖമുണ്ട്, ബ എന്ന അക്ഷരത്തിനൊരു മുഖമുണ്ട്, ഒരു രൂപമുണ്ട്. ഓരോ അക്ഷരവും ഒരു രൂപമാണ്. അപ്പൊ ആ രൂപത്തെ നമ്മൾ വാക്കുകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എത്രയാളെ നമ്മൾ ആകെ പരിചയപ്പെടേണ്ടത് അറബി ഭാഷയിൽ? ആകെ 28 ആളെ പരിചയപ്പെടേണ്ടതുള്ളൂ. 5ലോ 6ലോ ഒക്കെ പഠിക്കുന്ന ആൾക്ക്, ഒരു കുട്ടിക്ക് എത്ര ആളെ അറിയാം? എത്രയോ 100 കണക്കിന് ആളെ മുഖം കണ്ടാൽ തിരിച്ചറിയും. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം തിരിച്ചറിയുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ളതല്ല. നമ്മൾ അതിന് ചെറിയൊരു ശ്രമം നടത്തിയാൽ മതി. അപ്പൊ നമ്മൾ 4 അക്ഷരങ്ങളാണ് പരിചയപ്പെടുന്നത്, അടുത്തറിഞ്ഞത്. ഏതാനും അക്ഷരങ്ങൾ കൂടി നമുക്കറിയാം. അപ്പൊ നമ്മൾ ആ എന്ന അക്ഷരം വെച്ചും ബായും കിട്ടിയാൽ നമുക്ക് എന്തായി? അവ ചേർത്ത് വെക്കുമ്പോ നമുക്ക് അബുൻ എന്നൊരു വാക്ക് നമുക്ക് കിട്ടുന്നു. അബുൻ, അബ് എന്ന് പറഞ്ഞാൽ ഫാദർ. അത് കഴിഞ്ഞ് ഈ ആ മേലെ ഇങ്ങനെ ഓരോ അക്ഷരത്തിന്റെയും മുകളിൽ ഇങ്ങനെ വരക്കുന്ന അതിന് ആ എന്ന ശബ്ദം വരും. ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വരച്ചാൽ ബ. എന്നാൽ വളരെ എളുപ്പമാണ്. നമുക്ക് ബി കിട്ടണമെങ്കിൽ ഒന്നുമില്ല, ഇതിനടിയിൽ ഒരു വര വരച്ചാൽ മതി. ഇപ്പൊ ഇത് ബി എന്നായി. അതുപോലെ തന്നെ നമുക്ക് ഉ എന്ന ശബ്ദം കിട്ടണമെങ്കിൽ നമുക്ക് ബ എന്നതിന് ബി കിട്ടി. ബു എന്ന ശബ്ദം കിട്ടണമെങ്കിലും ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടാൽ മതി. ഇനി ബ് എന്ന ശബ്ദമാണ് കിട്ടേണ്ടതെങ്കിൽ ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും 4 ശബ്ദങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ വളരെ എളുപ്പം ഒരു വര ഇങ്ങനെ വരച്ചു. അപ്പൊ നമുക്ക് അതിന്റെ 3 പ്രധാനമായിട്ടും ഇതിന്റെ ശബ്ദങ്ങൾ 4 ശബ്ദങ്ങളാണ്. ഒരു ശബ്ദം മാത്രം ആ താഴോട്ട് വരുന്നത്. ഏതാണ്?
അപ്പോ ആ എന്ന ശബ്ദം നമ്മൾ അക്ഷരത്തിന്റെ മുകളിലാണ് കൊടുത്തത്. ബി എന്ന ശബ്ദം അക്ഷരത്തിന് അടിയിൽ, ഇ എന്ന ശബ്ദം കിട്ടാൻ വേണ്ടി ബി എന്ന ശബ്ദം കിട്ടാൻ നമ്മൾ അടിയിൽ വരച്ചു. ബു എന്ന ശബ്ദം കിട്ടാൻ ആ അക്ഷരത്തിന്റെ മുകളിൽ തന്നെയാണ് വരച്ചത്. അതുപോലെ ബ് എന്ന ശബ്ദം കിട്ടാൻ നമ്മൾ മുകളിൽ തന്നെ. അപ്പൊ നമുക്ക് ഇതിന് അറബി ഭാഷയിൽ പറയാം, ഇതിങ്ങനെ ചലിക്കുകയാണല്ലോ അക്ഷരം. ബ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ നിൽക്കുന്നു അക്ഷരം. ബു എന്ന് പറയുമ്പോൾ ഒരു ചെരിവ് നമുക്ക് തോന്നുന്നു. ബി എന്ന് പറയുമ്പോൾ ഒന്ന് താന്നതായി തോന്നുന്നു. ബ് എന്ന് പറഞ്ഞപ്പോ അതിങ്ങനെ അടങ്ങി നിന്നതായി തോന്നുന്നു. ബ്. അപ്പോ ഇതുപോലെ വര വരച്ചാൽ ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ ഒരു അക്ഷരം എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ മേലെ വരച്ചു, അടിയിൽ വരച്ചു, പിന്നെ ഇതേ രൂപത്തിലേക്ക് വരും. ഇങ്ങനെ അക്ഷരങ്ങൾ, ഇതിനാണ് അക്ഷരങ്ങളുടെ ചലനം എന്ന് പറയുന്നത്. അതിനാണ് ഹർക്കത്ത് എന്ന് പറയാം, അക്ഷരങ്ങളുടെ ചലനം. ഇത് രണ്ടുമായി നമ്മൾ ആകെ അക്ഷരത്തിൽ തിരിച്ചറിയാനുള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പൊ എല്ലാ അക്ഷരങ്ങൾക്കും ഈ സ്വരങ്ങൾ, ഈ ശബ്ദങ്ങളുണ്ട്. ഏത് ശബ്ദം? ഇപ്പൊ നമ്മൾ ത എന്ന അക്ഷരമാണ് എടുക്കുന്നതെങ്കിൽ ത നമ്മൾ പഠിച്ചു, 2 ഡോട്ട്, ഇത് തായാണ്. ഇങ്ങനെ ഇതേ സംഭവം നമ്മൾ ഇത് ഒഴിവാക്കി അടിയിലാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ അത് തീയായി. ഇനി അത് തന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് തു ആയി. ഇനി ഇത് മാറ്റി നമ്മൾ ഇങ്ങനെ വൃത്തം ഇവിടെ കൊടുക്കുമ്പോൾ, സുക്കൂന് കൊടുക്കുമ്പോൾ അത് ത് ആയി. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും ഈ ഒരു 4 ചലനങ്ങൾ, 4 ഭാവങ്ങൾ ഓരോ അക്ഷരത്തിനും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മളിപ്പോ സാധാരണ ഇങ്ങനെ ഈ അക്ഷരങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അക്ഷര പഠനം വളരെ എളുപ്പമാവും. അപ്പൊ 4 അക്ഷരങ്ങളെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഒന്നാമത്തെ അക്ഷരം ആയാണ്. അത് കുത്തനെ വരക്കുന്ന ഒരു വര, അത്ര തന്നെ ഉള്ളൂ അല്ലെ? കുഞ്ഞുണ്ണി മാഷൊക്കെ ചോദിക്കുന്നില്ലേ, ഒന്നെന്നിങ്ങനെ എഴുതും. സാധാരണ നമ്മള് ഒന്ന് എഴുതാറുണ്ട് അല്ലെ? നമ്മൾ പക്കത്തിൽ നമ്മൾ എഴുതുമ്പോൾ 1, 2 എന്നൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതും. അതുപോലെ 1 എന്ന അക്ഷരം എങ്ങനെ എഴുതും എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷ്. ഒന്നെന്നെങ്ങനെ എഴുതും എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, ഒന്നെന്നിങ്ങനെ എഴുതും. എങ്ങനെ എഴുതും? ഇങ്ങനെയാണ് 1 എഴുതുക എന്ന് പറഞ്ഞിട്ട്, കുത്തനെ ഒരു വര, കുറിയ വര, കുത്തനെ ഒരു വര വരച്ച്, ഒരു അധികം നീളമൊന്നുമില്ല, ഒരു ചെറിയ വര വരച്ചാൽ എന്തായി? നമ്മൾ സാധാരണ 1 ആയി അല്ലെ? അപ്പൊ ഒന്നാമത്തെ അക്ഷരമാകുന്ന അറബി ഭാഷയിൽ ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് കുത്തനെ ഒരു വരയാണ്. അതെന്തിനാണ്? അതാണ് അലിഫ്. അല്ലെങ്കിൽ നമ്മൾ മേലെ ഈ ഹർക്കത്ത് എന്ന് പറഞ്ഞ ചലനം ഉണ്ടാകുമ്പോൾ അതെന്താവും? ആ ആയി മാറും. അത് തന്നെ അടിയിൽ വരക്കുമ്പോ ഈ ആവും. ഇങ്ങനെ ഒരു കുളത്ത് പോലെ വെക്കുമ്പോ മുകളിൽ ഉ, അത് തന്നെ ഇന്നാവും. ബ, ബി, ബു, ബ്, ത, തി, തു, ത്. അത് കഴിഞ്ഞ് 4ാമത്തെ അക്ഷരം സ അല്ലെ? നമ്മൾ 3 ഡോട്ട് ഇട്ടാൽ സ എന്ന അക്ഷരം കിട്ടും. അതെന്താവും? സ, സി, സു, സ്. ഈ രൂപത്തിലേക്കാണ് അക്ഷരങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നമ്മൾ അക്ഷരങ്ങളെ പരിചയപ്പെടുമ്പോൾ അക്ഷരങ്ങളെ നമ്മൾ ഒരു വസ്തുവായി അല്ലെങ്കിൽ ഒരാളായി ഒക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അക്ഷരങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള ആളായിത്തീരും. നമ്മളെങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നത്? ആദ്യമായി കാണുമ്പോൾ നമ്മുടെ അയൽപക്കത്ത് ഒരാൾ ആദ്യമായി താമസിക്കാൻ വന്നാൽ നമുക്ക് അയാൾ അപരിചിതനാണ്, നമുക്ക് പരിചയമല്ല. പിന്നെ നമ്മൾ അയാൾ എന്നും കാണുന്നു, രാവിലെ കാണുന്നു, വൈകുന്നേരം കാണുന്നു, പലപ്പോഴായി കാണുന്നു, സംസാരിക്കുന്നു. അപ്പൊ എന്തായി? അടുത്ത് എന്റെ അയൽവാസിയായി താമസിക്കുന്നയാൾ ഇന്നയാളാണെന്ന് നമ്മൾ അധികം വൈകാതെ തിരിച്ചറിയുന്നു. അതുപോലെ ഈ അക്ഷരങ്ങളെ നമ്മൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ സ്ഥിരമായി നമ്മൾ അവയുടെ പിന്നാലെ പോകുമ്പോൾ, നമ്മൾ അവയെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ ആ അക്ഷരങ്ങൾ നമ്മളെ ഏറ്റവും അടുത്ത കൂട്ടുകാരായി, നമുക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒരു വിഭാഗമായി മാറും. അങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങളെ വരുതിയിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അക്ഷരങ്ങളെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ സജീവമാക്കുമ്പോൾ നമുക്കത് എളുപ്പമുള്ളതായി തീരും. ഭാഷകൾ പൊതുവെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത് ലോകത്ത് അത് പറയുകയും സംസാരിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ തുടരും. താങ്ക് യു വെരി മച്ച്.